ബി എൻ അസ്കർ, ഇവിടെ ഇവിടെ ഈ പറയുന്ന പ്രസീത അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വീട്ടുകാർ നമ്മുടെ ആരോഗ്യരംഗത്തെ വിശ്വസിച്ചവരാണ്. ആദ്യം അങ്ങോട്ടേക്ക് പോയി, ഡോക്ടർ പറഞ്ഞ് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് വേദന കൂടി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, കയ്യിൽ അതിനുള്ള പാങ്ങില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഓടിക്കളിച്ച് വീണ ഒരു കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റി. എന്നിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം താങ്കളും കേട്ടതല്ലേ? എന്തൊക്കെയാണ് അതിൽ പറയുന്ന ന്യായങ്ങൾ? ഇപ്പോൾ ഈ പറയുന്ന മുറിച്ചു മാറ്റിയ കൈയുടെ ഭാഗമെടുത്ത ബയോപ്സി അടക്കമുള്ള പരിശോധന സമഗ്രാന്വേഷണം വരാനിരിക്കുകയാണ്. അതെന്തായാലും വെള്ളയടിക്കലായിരിക്കുമല്ലോ. അതുവരെയെങ്കിലും വെയിറ്റ് ചെയ്തുകൂടെ? അതുവരെ വെയിറ്റ് ചെയ്യാതെ വന്നിരുന്ന് ഈ കുറ്റം മൊത്തം അമ്മയുടേതാണ്, അല്ലെങ്കിൽ കുറ്റം മൊത്തം വീട്ടുകാരുടേതാണെന്ന് സ്ഥാപിക്കുന്നത് എന്തൊരു ദുഷ്ടത്തരമാണ് ശ്രീ ബി എൻ അസ്കർ, എന്തൊരു അക്രമമാണ്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ആർക്കും ഈ മെഡിക്കൽ സയൻസിനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടും ആ ഒരു പരിമിതിയിൽ നിന്ന് വേണം നാം ഈ ചർച്ചയെ കൊണ്ടുപോകാൻ. ഒന്നാമതായി, ഒരു നിർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവമാണ് 9 വയസ്സുകാരി ഒരു കുഞ്ഞിൻ്റെ കൈ മുറിക്കേണ്ടി വന്നു എന്നുള്ളത്. ഇത് വളരെ അപൂർവമായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കൈകളിലേക്കോ കാലുകൾക്കോ ഒടിവ് സംഭവിച്ചാൽ കാസ്റ്റ് ഇട്ടിട്ടാണ് സ്വാഭാവികമായും പ്ലാസ്റ്റർ ചെയ്ത് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സ പ്രധാനമായി നടത്താറുള്ളത്. ഇതിൽ ഒന്നാമതായി സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ അബ്രേഷൻ ഉണ്ടായിരുന്നു. ആ അബ്രേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള മെഡിക്കൽ ശാസ്ത്രപരമായി പരിശോധിച്ചാൽ ശരിയാണ്. നമുക്ക് മെഡിക്കൽ ശാസ്ത്രം ഒന്നും അറിയില്ല. ഇവിടെ ഉണ്ടായ നാട്ടിൽ നടക്കാത്ത ഒന്നാണോ? അല്ല, ഒരു കുഞ്ഞ് ഓടി വീണ് കൈ മുറിഞ്ഞു, അതിന്റെ എല്ലൊടിഞ്ഞു. ആ എല്ലൊടിഞ്ഞതിന് തുടർച്ചയിൽ കുഞ്ഞിന്റെ കൈ മുറിച്ച് മാറ്റുക. എന്നിട്ട് ഇന്ന് ഈ പറഞ്ഞ വാർത്താ സമ്മേളനം ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞോ? അവരവരുടെ അനുമാനങ്ങൾ പറയുകയാണ്. അവരവരുടെ അനുമാനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അവർ എന്നിട്ട് പുട്ടിന് വീരവല പറയും, ഞങ്ങൾക്ക് ഉറപ്പില്ല കേട്ടോ. ഉറപ്പില്ലാത്ത എന്തിനാണ് പറയുന്നേ? അല്ല ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെ ബ്ലഡ് വെസൽസിൽ രക്തയോട്ടം നടക്കുന്നില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തും. അതായത് നമ്മുടെ മസിലുകൾ വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന ഗാൻഗ്രീൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അവസ്ഥയെത്തും. അതായത് രക്തയോട്ടം നിശ്ചലമായതിനു ശേഷം നിൽക്കും. അത് 6 മുതൽ 8 മണിക്കൂർ വരെയാണ് അതിൻ്റെ ഫേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായി 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാരത്ത് വീണ്ടും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മെഡിക്കൽ ശാസ്ത്രം പറയുന്നത്. ഇതൊരു വസ്തുതയാണ്. ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ളത്, ഈ രണ്ടാമത് ഇവർക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ വേദനയുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ പോകും. ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടർ വീണ്ടും ഇത് പരിശോധിച്ചതിന് ശേഷം ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്, ഏതെങ്കിലും ബ്ലഡ് പോകാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്നതിന് ആ ഡോക്ടർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ കൈമുറിക്കേണ്ടി വന്നത്. ഇത് ക്ലിയർ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. അതിന് ഒരു സംശയം വേണ്ട. അതിന് ഈ ഡോക്ടർമാർ ഇനി എത്ര ന്യായം പറഞ്ഞു, DMO അടക്കമുള്ള ആളുകൾ ഈ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നടത്തിയതിനു ശേഷം വന്നിരുന്ന് വാചാലം അടിച്ചാലും ശാസ്ത്രമല്ലാതാവില്ലല്ലോ. ഇത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതും അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ കൈയും കാലും ഒടിയുന്ന എല്ലാ ആളുകൾക്കും ഈ അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല. വളരെ അപൂർവമായിട്ട് സംഭവിക്കും. പക്ഷേ ഏതൊരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഗാൻഗ്രീൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും കുഞ്ഞിന്റെ വിരലുകൾ നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ അങ്ങ് വിചാരിച്ചു. ആ വിചാരം ഒരു കുഞ്ഞിന്റെ വലത്തെ കൈ എടുത്തു. അതിന് സർക്കാരിന്റെ പിഴവാണ്. സർക്കാർ അതിന് പരിഹാരം എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം. ഇപ്പൊ ഹർഷ ഇരിപ്പുണ്ട്. ഹർഷ ഇതുപോലെ വയറ്റിൽ 8 വർഷം ഈ പറഞ്ഞ കത്രികയുമായി വയറ് പഴുത്ത് നടന്നു, കൊടിയ വേദനയിൽ നടന്നു. 5 നയാ പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല സർക്കാർ. കൂടെ ഉണ്ടാവുന്ന ആരോഗ്യമന്ത്രി കൂടെ പറഞ്ഞു, വഞ്ചനയായിരുന്നു, വെറും വാക്കായിരുന്നു, കള്ളമായിരുന്നു പറഞ്ഞതൊക്കെ. അശ്മി, നേരത്തെ അങ്ങ് എനിക്ക് വളരെ മനോഹരവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അങ്ങ് പറഞ്ഞു. പക്ഷേ അവിടെ ബിന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ, ബിന്ദുവിൻ്റെ മകന് ദേവസ്വം ബോർഡിൽ ഓവർസിയറായിട്ട് ജോലി കൊടുത്തിട്ട് ഇപ്പോൾ 2 ദിവസമേ ആവുന്നുള്ളൂ. സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് പോകുന്നത്. അവരെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ ഉറപ്പ് കൊടുത്തു, അത് ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ അർഷീനയുടെ അവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ടാവും. ആ കാരണങ്ങൾ കൂടി പരിശോധന ശേഷം സർക്കാർ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ കാര്യത്തിലടക്കം ഇതിലൊരു
ഒന്ന് അവരെ ഈ പറയുന്ന ചികിത്സാ അനാസ്ഥയിൽ അവർ ചിലവാക്കിയ തുകയുടെ 10 പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതെന്തൊരു വർത്താനം. വയറ്റിലൊരു ഒരു കത്രിയുമായി നടന്ന എത്ര വർഷം, ഇപ്പോഴും അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ്. എന്നിട്ട് സമരത്തിനിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി വരും, കൂടെ ഉണ്ടാവും എന്ന് പറയും. വെറും വാക്ക്, വ്യാജം. ഇപ്പൊ സർക്കാർ അല്ല ഹാഷ്മി, ഇതിപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ സർക്കാർ മാത്രമല്ല, സർക്കാർ സഹായം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അത് അങ്ങനെ ചെയ്താൽ അത് കൃത്യമായി ആർക്കാണോ ചികിത്സാ പിഴവ് സംഭവിക്കുന്നൊരു ഉത്തരവാദിത്വം അത് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ കേസിൽ തന്നെ ജില്ലാ മെഡിക്കൽ ബോർഡ് അടിയന്തരമായി കൂടും. ജില്ലാ മെഡിക്കൽ ബോർഡിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ശാസ്ത്രീയ അപഗ്രഥനത്തിന് ശേഷം, അത് നമ്മളെപ്പോലെ മെഡിക്കൽ ജ്ഞാനമില്ലാത്ത ആളുകളല്ല അത് കൂടുന്നത്, വളരെ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് കൂടുമ്പോൾ ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ ഫൈൻ ചെയ്യും. അപ്പീൽ കൊടുക്കാനും സ്റ്റേറ്റ് ബോർഡ് കൂടുകയും ചെയ്യും. ഡോക്ടർമാർ, പോലീസുകാർക്ക് പിഴവുണ്ടായത് പോലീസുകാർ ചേർന്ന് പോലീസുകാരുടെ പിഴവാണെന്ന് പറയുന്ന എത്ര സംഭവം നമ്മുടെ നാട്ടിലുണ്ട് ശ്രീയാസ്കർ. അതുപോലെ ഡോക്ടർമാരുടെ പിഴവ്, ഡോക്ടർമാർ കൂടിയത് ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ചു എന്ന റിപ്പോർട്ട് വരുന്നതാണ് അപൂർവം. അല്ലാതെ ഈ പറയുന്ന എന്താണ് മെഡിക്കൽ ജേണൽ എടുത്തുകൊണ്ട് വരുന്ന അതല്ല അപൂർവം. ഡോക്ടർമാർക്ക് പിഴവുണ്ടെന്ന് ഡോക്ടർമാരുടെ അന്വേഷണ സംവിധാനം പറയുന്നതാണ് അപൂർവം, റയറസ്റ്റ് ഓഫ് ദ റയർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.